السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുത്തെ പ്രവാചകത്വത്തിൻ്റെ തെളിവുകളായി ധാരാളക്കണക്കിന് അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളിൽ, മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിന് പുറമേ വേറെയും ധാരാളം അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിക്കുകയുണ്ടായി. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, 1000-ലധികം മുഅ്ജിസാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ആ അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽ വളരെ പ്രധാനമാണ് അവിടുത്തെ വാനയാത്രയും
അതിനോടനുബന്ധമായി നടന്ന നിശാ പ്രയാണവും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ അൽ ഇസ്റാഉ വൽ മിഅ്റാജ്, വാനയാത്രയും രാപ്രയാണവും, ഇതുമായി ബന്ധപ്പെട്ട് ചില പാഠങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഒരു വിഷയമായി അത് തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. ഇസ്റാഉം മിഅ്റാജും ഇസ്ലാമിക പ്രമാണങ്ങളിൽ വളരെ പ്രധാനമാണ്. അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ ഈ സംഭവത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം ഇസ്റാ എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായത്തിൽ തന്നെ ഒന്നാമത്തെ വചനമായി സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഈ സംഭവത്തിന്റെ അതേ പേരിൽ അറിയപ്പെടുന്ന അധ്യായമായ സൂറത്തുൽ ഇസ്റായിലെ ഒന്നാമത്തെ വചനം. ഇതാണ് വിശുദ്ധ ഖുർആനിൽ ഈ സംഭവത്തെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം. മറ്റൊരു ഭാഗം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നജ്മിലാണ്. സൂറത്തുൻ നജ്മിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാ മിഅ്റാജിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് കാണാൻ കഴിയും. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിർറത്തിൻ ഫസ്തവാ വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. സഹോദരങ്ങളെ, ഈ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജിനെ സംബന്ധിച്ച് പരാമർശിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സന്ദർഭം പറയുകയാണ്. വലഖദ് റആഉ നസ്ലത്തൻ ഉഖ്റാ, മറ്റൊരു ഇറക്കത്തിൽ ജിബ്രീലിനെ സാക്ഷാൽ രൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാണ് അത് കണ്ടത്? ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അരികിൽ വെച്ചാണ് കണ്ടത്. അതെവിടെയാണ്? ആ സിദ്റത്തുൽ മുൻതഹയെ സംബന്ധിച്ച് പറയുന്നു, ഇൻദാ ജന്നത്തുൽ മഅ്വാ, അതിന്റെ അടുക്കലാകുന്നു ജന്നത്തുൽ മഅ്വയുള്ളത്. ഇത് യഗ്ശ സിദ്റത മാ യഗ്ശാ, സിദ്റത്തുൽ മുൻതഹയെ ആവരണം ചെയ്യപ്പെട്ടതെല്ലാം അതിനെ ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തുടങ്ങിയ ആ സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കാണിച്ചു കൊടുത്ത അത്ഭുത ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചുമൊക്കെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നജ്മിൽ പരാമർശം കാണാം. ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനമായ ഒരു സംഭവമാണ് ഇസ്റാ മിഅ്റാജ്. നിസ്സാരമായ ഒരു സംഭവമല്ല.
അതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് രണ്ട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ അതിനെ സംബന്ധിച്ച് പരാമർശിച്ചത്. സഹോദരങ്ങളെ, എന്താണ് അതിൻ്റെ പശ്ചാത്തലം? എന്താണ് ഇസ്രാ മിഅ്റാജിൻ്റെ പശ്ചാത്തലം? എപ്പോഴാണത് സംഭവിച്ചത്? എന്താണ് അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്? ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്കറിയാം. സംക്ഷിപ്തമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ മക്കയിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലയുമായി കടന്നു വന്നു. ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രബോധനവുമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ആദർശത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു, ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു. ആ മാർഗത്തിൽ കഠിനമായ പരിശ്രമങ്ങളുമായി മുന്നേറുമ്പോൾ ഉപദ്രവങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. തനിക്ക് അഭയം നൽകേണ്ട കുടുംബക്കാർ പോലും, തന്നെ സംരക്ഷിക്കേണ്ടവർ പോലും തൻ്റെ ശത്രുക്കളായി മാറിയ ഒരു സാഹചര്യമായിരുന്നു. നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും ഒരു കുന്നിൻ ചരിവിൽ വിളിച്ചു ചേർത്ത് അവരെ ഇസ്ലാമിൻ്റെ സന്ദേശം അവരെ അറിയിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂലിനെതിരെ ശാപവാക്ക് ഉന്നയിച്ചത്, അതല്ലെങ്കിൽ പ്രവാചകന് നാശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് അവിടുത്തെ അടുത്ത കുടുംബക്കാരനായ അബൂലഹബായിരുന്നു. തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, മുഹമ്മദേ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് ചേർത്തത്? നിനക്ക് നാശമുണ്ടാകട്ടെ, നിനക്ക് നാശമുണ്ടാകട്ടെ. അൻതല്ലദീ ഫറഖത ജമാഅതനാ, നീയാണ് ഞങ്ങളുടെ ഐക്യം തകർത്തത്, നീയാണ് ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയത്. ആ നിലക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്തെല്ലാം വാക്കുകളാണ് കേൾക്കേണ്ടി വന്നത്, എന്തെല്ലാം നിലക്കാണ് അവിടുത്തെ നോവിച്ചത് ശത്രുക്കൾ. അങ്ങനെ ഈ നിലക്കുള്ള പീഡനങ്ങളുമായി എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെയും ആ പ്രവാചകനിൽ വിശ്വസിച്ച വിരലിൽ എണ്ണാവുന്ന ഏതാനും ചില വിശ്വാസികളെയും ശത്രുക്കൾ ഉപരോധിക്കുകയായിരുന്നു. ശത്രുക്കൾ ഉപരോധിച്ചു. അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, ആവശ്യമായ വെള്ളം കിട്ടുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധമാണ് ആ സംഭവം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ വിശ്വസിച്ച ഏതാനും വിരലിലെണ്ണാവുന്ന സത്യവിശ്വാസികളും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ട സാഹചര്യത്തിൽ, ശത്രുക്കളുടെ ഉപരോധമുണ്ടായ സാഹചര്യത്തിൽ തൊലിയും അതേപോലെ എല്ലുകളും ഇലകളും ഒക്കെ ഭക്ഷിച്ചുകൊണ്ടായിരുന്നു അവർ കഴിഞ്ഞുകൂടിയത്. ആ നിലക്കുള്ള വലിയ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഈ ഒരു ഉപരോധത്തിൻ്റെ പ്രയാസം മറക്കുന്നതിന് മുമ്പാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന് അവിടുത്തെ ആദർശം സ്വീകരിച്ചിട്ടില്ലെങ്കിലും പിതൃവനായിരുന്ന അബൂ ത്വാലിബ് എല്ലാ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും സംരക്ഷണം നൽകുകയും ഇസ്ലാമിക പ്രബോധനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അങ്ങനെയുണ്ടായിരുന്ന അബൂ ത്വാലിബിന്റെ വിയോഗം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മാനസികമായി അങ്ങേയറ്റം വിഷമിപ്പിച്ചു. ആ വർഷത്തിൽ തന്നെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും തന്നെ ഏറെ സഹായിച്ച തൻ്റെ പ്രിയപ്പെട്ട പത്നിയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജയുടെ വിയോഗവും അതേ വർഷത്തിൽ തന്നെ സംഭവിക്കുകയായിരുന്നു. ചരിത്രം ആ വർഷത്തെ വിളിച്ചത് ആമുൽ ഹുസ്ൻ എന്നാണ്, ദുഃഖവർഷം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുഃഖം സഹിച്ചുകൊണ്ടിരിക്കുന്ന, പ്രയാസം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സംരക്ഷിക്കേണ്ടവരെല്ലാം വിട പറഞ്ഞ്, ആരുമില്ല, അഭയം നൽകാൻ ആരുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രബോധനവുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആശ്വസിപ്പിക്കുകയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇസ്രാ മിഅ്റാജ് എന്ന പ്രസിദ്ധമായ സംഭവത്തിലൂടെ അബൂ ത്വാലിബിന്റെ വിയോഗമുണ്ടായി, ഖദീജയുടെ വിയോഗമുണ്ടായി. ഇനി തന്നെ സംരക്ഷിക്കാൻ ആരുണ്ടെന്ന് ചിന്തിച്ച പ്രവാചകൻ അവിടുന്ന് ആലോചിച്ചപ്പോൾ അവിടുത്തെ തീരുമാനമായിരുന്നു
ഇനി ത്വായിഫിൽ തൻ്റെ ഉമ്മയുടെ കുടുംബക്കാരായ സഖീഫ് ഗോത്രമുണ്ട്. ഒരുപക്ഷെ അവരെന്നെ സഹായിച്ചേക്കാം, ഒരുപക്ഷെ അവരെനിക്ക് അഭയം നൽകിയേക്കാം. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോകുകയാണ്, സഖീഫ് ഗോത്രം തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ. പക്ഷേ ത്വായിഫിലെത്തിയപ്പോൾ അവിടുത്തെ പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായിരുന്നു സംഭവിച്ചത്. അവിടെയുണ്ടായിരുന്ന കുട്ടികളെ വിട്ട് കല്ലെറിഞ്ഞ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വേദനിപ്പിക്കുകയായിരുന്നു. അവിടുത്തെ കാലിൽ നിന്ന് രക്തമൊഴുകി എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഘട്ടത്തിൽ ത്വായിഫിൽ നിന്ന് മടങ്ങുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, തനിക്ക് അഭയം നൽകേണ്ടവർ പോലും തന്നെ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത് ആരാലും അഭയം നൽകാനില്ലാതെ സത്യപ്രബോധനവുമായി മുന്നോട്ട് ഗമിക്കുന്ന പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂലിന് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ റബ്ബിനോടുള്ള ദുആ, അല്ലാഹുമ്മ അല്ലാഹുവേ ഇലൈക അഷ്കൂ ലഅഫ ഖുവതി, ഞാൻ എൻ്റെ ശക്തിയുടെ ദുർബലതയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു, നിന്നോട് ആവലാതി പറയുന്നു. വഖില്ലത ഹീലതി, എൻ്റെ സൂത്രത്തിൻ്റെ കുറവിൻ്റെ ആ കഴിവുകേടിൽ നിന്ന് നിന്നോട് ഞാൻ ആവലാതി പറയുന്നു. വഹവാനി അലന്നാസ്, ജനങ്ങളിൽ ഞാൻ അപമാനിതനാകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ ഇതാ പരാതി പറയുന്നു. റബ്ബേ യാ അർഹമർ റാഹിമീൻ, കരുണാവാരിധിയായ നാഥ, റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അൻത റബ്ബുൽ മുസ്തദഅഫീന, നീയാണ് ദുർബലരുടെ രക്ഷിതാവ്. വ അൻത റബ്ബീ, നീയാണ് എൻ്റെയും രക്ഷിതാവ്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ എൻ്റെ റബ്ബേ, ഇലാ മൻ തകിലുനി, ആരിലേക്കാണ് നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഇലാ ബഈദിൻ യതജഹമുനി ഔ ഇലാ അദുവിൻ മല്ലക്തഹു അംരി, എന്നെ കാണുമ്പോൾ നെറ്റി ചുളിക്കുന്നവരിലേക്കാണോ, എൻ്റെ ശത്രുവിലേക്കാണോ, വിദൂരതയിലേക്കാണോ എന്നെ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഞാനിതാ വലിയ ബുദ്ധിമുട്ടിലാണ്, എനിക്ക് അഭയം നൽകാൻ ആരുമില്ല. പക്ഷേ ആരാലും ഞാൻ ആക്രമിക്കപ്പെടുമ്പോഴും ഇല്ലം യകുൻ ബിക അലയ്യ ഗളബുൻ ഫലാ ഉബാലി, നിനക്കെന്നോട് കോപമില്ലെങ്കിൽ, നിനക്കെന്നോട് വെറുപ്പില്ലെങ്കിൽ എന്ത് പ്രതിസന്ധിയെയും ഞാൻ അവഗണിക്കും, എനിക്കത് പ്രശ്നമല്ലെന്ന് ദുആ ചെയ്യുന്നു റബ്ബിനോട്. അതുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ എന്നെ അഭയം നൽകി രക്ഷിക്കണേ എന്ന ആശയം വരുന്ന പ്രാർത്ഥന ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. സാഹചര്യം മനസ്സിലാക്കണം. ഇസ്രാ മിഅ്റാജിന്റെ സാഹചര്യമാണ് പറയുന്നത്. എല്ലാ നിലക്കും പീഡനങ്ങളായിരുന്നു. മക്കക്കാര് പീഡിപ്പിച്ചു, അഭയം നൽകേണ്ടവർ വഫാത്തായി, പ്രിയപ്പെട്ട ഭാര്യയുടെ വിയോഗം പോലും ആ വർഷത്തിൽ സംഭവിക്കുകയായിരുന്നു. പലപ്പോഴും എല്ലാവരും നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ ഖുറൈശികൾ റസൂലുള്ളയോടുള്ള അവിടുത്തെ ആ ഖുറൈശികളുടെ മനോഭാവം മാറുകയും ഉപദ്രവം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഒരിക്കലതാ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു പോകുന്ന സന്ദർഭം, ഖുറൈശികൾ മണ്ണുവാരി റസൂലുള്ളയെ എറിയുന്നു. ശരീരമാകെ പൊടിപടലങ്ങൾ മണ്ണ് പുരണ്ടിരിക്കുകയാണ്. വേദനയോടെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ മണ്ണിൽ പുരണ്ട തൻ്റെ ഉപ്പയെ കാണുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാ, പുന്നാര മകൾ, അള്ളാഹുവിന്റെ റസൂലിനെ ആ കാഴ്ച കാണുന്ന രംഗം തന്നെ കരയുകയാണ്. വാപ്പയുടെ അവസ്ഥ കണ്ടപ്പോൾ കരച്ചിൽ വരികയാണ്, വേദന വരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ സമാധാനിപ്പിക്കുന്ന ഒരു രംഗം ഹദീസിൽ കാണാം. ഫാത്തിമയോട് പറയുന്നു റസൂലുള്ളാഹ്, ലാ തബ്കി യാ ബുനയ്യ, എൻ്റെ പൊന്നുമോളെ നീ ഒരിക്കലും കരയല്ലേ. ഫഇന്നല്ലാഹ മാനിഉൻ അബാക്, നിന്റെ വാപ്പയെ റബ്ബ് സംരക്ഷിച്ചു കൊള്ളും, നിന്റെ വാപ്പക്ക് റബ്ബ് അഭയം നൽകിക്കൊള്ളും. ഇങ്ങനെ ഈ പ്രതിസന്ധിയുള്ള ഈ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നത്. നബിയെ, എല്ലാവരും നിങ്ങളെ കൈവടിഞ്ഞാലും, നാട്ടുകാര് നിങ്ങളെ ഉപദ്രവിച്ചാലും, നിങ്ങൾക്ക് അഭയം നൽകേണ്ട ബന്ധുക്കൾ പോലും നിങ്ങളെ കൈവടിഞ്ഞാലും,
നിങ്ങളുടെ നാഥൻ നിങ്ങളെ കൈവടിയുകയില്ല, റബ്ബ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല, അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരണം. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തുകയാണ്, തൻ്റെ പ്രവാചകനെ തന്നിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ രാപ്രയാണവും അതുപോലെ വാനലോകത്തേക്കുള്ള യാത്ര ചെയ്യാനുള്ള വാനയാത്രയും രണ്ടും അള്ളാഹു സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. മക്കയിൽ നിന്ന് അങ്ങകലെ കാണുന്ന വിദൂരമായ 1 മാസത്തോളം സഞ്ചരിക്കേണ്ട മസ്ജിദുൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രി കൊണ്ട് പാലായനം ചെയ്ത, അതല്ലെങ്കിൽ രാത്രി പ്രയാണം ചെയ്ത ആ രാത്രി സഞ്ചാരത്തിനാണ് ഇസ്റാ എന്ന് പറയുന്നത്. അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കുള്ള യാത്ര, ആ യാത്രക്കാണ് വാനയാത്ര, അതല്ലെങ്കിൽ അൽ മിഅ്റാജ് എന്ന് പറയുന്നത്. രണ്ടിനെ സംബന്ധിച്ചും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ പരാമർശങ്ങൾ കാണാം. ആമുഖമായി ഞാൻ ഓതിവച്ച വചനം ഇസ്രായിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. എവിടെ? സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ വചനം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ, ഒരുത്തൻ പരിശുദ്ധനാണ്. ആരാണവൻ? അസ്റാ ബിഅബ്ദിഹി, തൻ്റെ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ചവനാണവൻ. ലൈലൻ, രാത്രിയിൽ, മിനൽ മസ്ജിദിൽ ഹറാമി, മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന്, ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ, നാം അതിൻ്റെ ചുറ്റുപാടും ബറക്കത്ത് ചൊരിഞ്ഞ അങ്ങകലെയുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം, രാത്രി സഞ്ചരിപ്പിച്ചു. എന്തിനാണ്? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ആയത്തുകൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. നോക്കൂ നിങ്ങൾ, ഇത് ഇസ്രായിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. ഇനിയോ മിഅ്റാജ് എങ്ങനെയാണ് സംഭവിച്ചത്, അവിടെ നിന്ന് വാനയാത്ര എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഹദീസുകളിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വളരെ വിശദമായ നിലക്ക് തന്നെ വിശദീകരിച്ചു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫുരിജ സഖഫു ബൈതി വ അന ബിമക്ക, ഞാൻ മക്കയിലായിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മേൽപ്പുര അത് തുറക്കപ്പെടുകയും, ഫനസല ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. എൻ്റെ വീടിൻ്റെ മേൽപ്പുര തുറക്കപ്പെട്ടു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ടോ ഫഫറജ അൻ സദ്രി, എൻ്റെ നെഞ്ച് പിളർത്തുകയുണ്ടായി. സുമ്മ ഗസലഹു ബിമാഇ സംസം, സംസം വെള്ളം കൊണ്ട് എൻ്റെ ഹൃദയം കഴുകി വൃത്തിയാക്കി. ثم جاء بطست من ذهب ممتلئ حكمة وإيمانا, പിന്നീട് അതാ ഒരു തളിക കൊണ്ടുവരപ്പെടുന്നു. ആ തളിക നിറയെ മുംതലിൻ ഹിക്മത്തും വ ഈമാനാ, ഹിക്മത്തും ഈമാനും നിറക്കപ്പെട്ട തളിക കൊണ്ടുവരപ്പെടുന്നു. ഫഅഫറഗ അലാ സദ്രി, അതെന്റെ നെഞ്ചിലേക്ക് ഒഴിക്കുകയും, സുമ്മ അത്ബഖഹു, പിന്നീട് എൻ്റെ നെഞ്ചകം അടക്കപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് വാഹനം തയ്യാറാക്കുന്നു. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഏറ്റവും വേഗത കൂടിയ വാഹനത്തിൽ, ബുറാഖ് എന്ന പേരിലുള്ള വാഹനത്തിൽ ഞാൻ സഞ്ചരിക്കുകയും ബൈത്തുൽ മുഖദ്ദസിലെത്തുകയും അവിടെ നിന്ന് അമ്പിയാക്കന്മാർക്ക് നേതൃത്വം നൽകി നമസ്കരിക്കുകയും അവിടെ നിന്ന് വാനയാത്ര സംഭവിക്കുകയും ചെയ്യുന്നു. വിശദമായി ഹദീസുകളിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, അങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നാണ് 7 ആകാശങ്ങൾ സഞ്ചരിച്ച വാനയാത്ര മിഅ്റാജ് ഉണ്ടായത്. ഇതാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവത്തിന്റെ രത്നച്ചുരുക്കം. വിശദമായ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഹദീസുകൾ സുദീർഘമാണ്. ഈ സംഭവം പറഞ്ഞാൽ അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളലാണ് നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ളത്. എന്താണ് സഹോദരങ്ങളെ, ഇസ്റാ മിഅ്റാജിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ എന്തെല്ലാം? അതിൽ പ്രധാനമായ ഏറ്റവും വലിയൊരു പാഠം ഏതാണെന്നോ, നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് മിഅ്റാജിന്റെ അവസ്ഥയിലാണ്, മിഅ്റാജിന്റെ അവസരത്തിലാണ്.
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ആരാധനകളും ഏത് ഇബാദത്തുകളും ഭൂമി ലോകത്ത് വെച്ച് നിർബന്ധമാക്കപ്പെട്ടതാണ്. നമസ്കാരം ഒഴികെ സകാത്ത് ഭൂമിയിൽ വെച്ച് നിർബന്ധമാക്കപ്പെട്ടു, ഹജ്ജ് ഭൂമിയിൽ വെച്ച് നിർബന്ധമാക്കപ്പെട്ടു, നോമ്പ് ഭൂമിയിൽ വെച്ച് നിർബന്ധമാക്കപ്പെട്ടു. ഇസ്ലാമിന്റെ സർവ്വ ആരാധനാ കർമ്മങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അയച്ച വഹീന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ വെച്ച് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ ആരാധനാ കർമ്മങ്ങളിൽ വളരെ പ്രധാനമായ നമസ്കാരമാകട്ടെ ഭൂമിയിൽ വെച്ചല്ല നിർബന്ധമാക്കപ്പെട്ടത്, അങ്ങകലെ വാനലോകത്ത് വെച്ച് നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് നമസ്കാരം. നിസ്കാരത്തിന്റെ പ്രത്യേകതയാണ് അത് വിളിച്ചോതുന്നത്. തന്റെ പ്രവാചകനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ലോകരക്ഷിതാവായ നാഥൻ അതാ ഉപരിലോകത്ത് വെച്ച് തൻ്റെ പ്രവാചകന് നൽകുന്ന ഈ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായി 5 നേരങ്ങളിലുള്ള നമസ്കാരം നിർബന്ധമാക്കപ്പെടുകയായിരുന്നു. സന്ദർഭം ഹദീസുകളിൽ നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആ വിഷയം വിശദീകരിച്ചു തരുന്നത് ഹദീസുകളിൽ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, വാനയാത്രയുണ്ടായ സന്ദർഭത്തിൽ സുമ്മ ഫുരിദത് അലയ്യ സ്വലവാതു 50 സ്വലാത്തൻ കുല്ല യൗമിൻ, ഒരു ദിവസത്തിൽ 50 വക്ത് നമസ്കാരം എനിക്ക് നിർബന്ധമാക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഫർജഅതു, അങ്ങനെ ഞാൻ മടങ്ങി, ഫമറർതു അലാ മൂസാ, മൂസാ അലൈഹിസ്സലാമിന്റെ അരികിലൂടെയാണ് ഞാൻ മടങ്ങി വരുന്നത്. ഫഖാല, സന്ദർഭത്തിൽ മൂസാ അലൈഹിസ്സലാം എന്നോട് ചോദിക്കുന്നു, ബിമാ ഉമിർത, എന്താണ് നിന്റെ റബ്ബ് നിനക്ക് കൽപ്പിച്ചത്, നിന്നോട് കൽപ്പിച്ചത്? ഖുൽതു, ഞാൻ പറഞ്ഞു, ഉമിർതു ബി50 സ്വലാത്തൻ കുല്ല യൗമിൻ, ഒരു ദിവസത്തിൽ 5 വഖ്ത് നമസ്കാരം എൻ്റെ ഉമ്മത്തിന് വേണ്ടി നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മൂസാ അലൈഹിസ്സലാമിനോട് ഞാൻ മറുപടി പറഞ്ഞു. ഉടൻ തന്നെ മഹാനായ മൂസാ അലൈഹിസ്സലാം പറയാണ്, ഇന്ന ഉമ്മതക ലാ തസ്തതിഉ 50 സ്വലാത്തൻ കുല്ല യൗമിൻ, നിന്റെ സമുദായം ഒരു ദിവസത്തിൽ 50 നേര നമസ്കാരം നിർവഹിക്കാൻ സാധ്യമല്ല മുഹമ്മദേ നിന്റെ ഉമ്മത്തിന്. കാരണം എന്തേ? വഇന്നി വല്ലാഹി ഖദ് ജറബ്തു الناس قبلك وعالجت بني إسرائيل أشد المعالجة. ഫർജ് വീഴുന്ന ഭീകരമായ രംഗം കാണുകയാണ്, മാറിടങ്ങൾ മാന്തിപ്പൊളിക്കുന്ന ഭീകരമായ രംഗം കാണുകയാണ്. ഈ രംഗം കണ്ട കാരുണ്യത്തിന്റെ റസൂൽ ചോദിക്കുന്നു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, ഈ മനുഷ്യരാരാണ്, ഇവരാരാണ്, ഇവരെ സംബന്ധിച്ചൊന്ന് പറയുമോ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, വഹുമുല്ലദീന, അവരാരാണെന്നോ, യഅ്കുലൂന മിൻ ലുഹൂമിൻ നാസ്, ജനങ്ങളുടെ മാംസം തിന്നുന്നവരായിരുന്നു. വയഖഊന ഫീ അറാദിഹിം, അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്നവരായിരുന്നു. അന്യന്റെ അഭിമാനം വലുതാണ്, സഹോദരന്റെ അഭിമാനം വലുതാണ്. അവന്റെ അഭിമാനം ക്ഷതപ്പെടുത്തി അന്യന്റെ കുറ്റവും കുറവും പറഞ്ഞ് അവന്റെ പച്ചമാംസം തിന്നുന്ന ഏർപ്പാട്, അങ്ങനെയുള്ളവർക്ക് പരലോകത്ത് അനുഭവിക്കാനിരിക്കുന്ന ശിക്ഷയാണിതെന്നും പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന് കാണിക്കപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരാ, നരകത്തിൽ നിന്ന് അഭയം തേടണേ, നരക ശിക്ഷയിൽ നിന്ന് രക്ഷ തേടണേ, ഈ സമാനമായ തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണേ. ഇസ്രാ മിഅ്റാജ് നൽകുന്ന പാഠങ്ങളാണിത്. സഹോദരങ്ങളെ, ഇനി ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടെ പറയട്ടെ. എന്നാണിത് സംഭവിച്ചത്? എന്നാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത്? പല രാഷ്ട്രങ്ങളിലും മിഅ്റാജ് ഡേ എന്ന പേരിൽ മിഅ്റാജ് ദിവസം, മിഅ്റാജ് സംഭവിച്ച ദിവസമാണെന്നും പറഞ്ഞ് അന്ന് അവധി നൽകുന്ന രാഷ്ട്രങ്ങളുണ്ട്. അതല്ലെങ്കിൽ അന്ന് പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്യുന്ന മുസ്ലിമീങ്ങളുണ്ട്. നമ്മൾ അന്വേഷിക്കണ്ടേ, എന്നാണ് ഇസ്രാവും മിഅ്റാജും സംഭവിച്ചത്? അറിയാൻ സാധ്യമല്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ രേഖ കാണാൻ കഴിയില്ല. എന്നാണിത് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. കൃത്യമായി നമുക്ക് എന്നാണെന്ന് പറയാൻ പറ്റുന്ന രേഖകളില്ല നമ്മുടെ കയ്യിൽ.
പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. നോക്കൂ നിങ്ങൾ, ഇഖ്തലഫൽ ഉലമാഉ ഫീ താരീഖിൽ ഇസ്റാഇ വൽ മിഅ്റാജി ഇഖ്തിലാഫൻ അളീമാ. പണ്ഡിത ലോകത്ത് നിസാരമായ അഭിപ്രായ ഭിന്നതയല്ല, വമ്പിച്ച അഭിപ്രായ ഭിന്നതയാണ് ഇസ്റാ മിഅ്റാജിന്റെ ഡേറ്റിനെ സംബന്ധിച്ച്. പണ്ഡിതന്മാര് പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഫദക്കറൽ ഇമാമുൽ ഖുർത്തുബി, മഹാനായ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ 5 അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇസ്റാ മിഅ്റാജ് എന്ന വിഷയത്തിൽ. വദക്കറ സുയൂത്തി, ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ വിഷയത്തിൽ 15 അഖ്വാല 15 ഖൗലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാണ് ഇത് സംഭവിച്ചത് എന്ന വിഷയത്തിൽ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമില്ല. മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇമാം ഖുർത്തുബി 5 അഭിപ്രായ പറഞ്ഞത്, ഇമാം സുയൂത്തി 15 അഭിപ്രായ പറഞ്ഞത്. എന്നാ ഇസ്റാ മിഅ്റാജ് എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയാണ്. എന്നാന്നറിയില്ല, പല അഭിപ്രായങ്ങൾ. ആ അഭിപ്രായങ്ങളിൽ കാണാം റജബ് 27-നാണ് എന്ന്, റബീഉൽ അവ്വലിലാണ് എന്ന്, റമളാനിലാണ് എന്ന്. അങ്ങനെ ഈ അഭിപ്രായങ്ങളിൽ പല അഭിപ്രായങ്ങളും കാണാം. ചില ആളുകൾ പറയുന്നു റജബ് 27-നാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന കലണ്ടറിൽ കാണാം മിഅ്റാജ് ഡേ റജബ് 27. എവിടുന്നാ കിട്ടിയത് പ്രമാണം? എവിടെയാ തെളിവുള്ളത്? ഹദീസിലുണ്ടോ? ഖുർആനിലുണ്ടോ? ഇല്ല. ആ വിഷയത്തിൽ ഒരു പ്രമാണബദ്ധമായ തെളിവും നമുക്ക് കാണുക സാധ്യമല്ല. അപ്പൊ സഹോദരങ്ങളെ, എന്നാണിത് സംഭവിച്ചത് എന്നറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അന്ന് ഇബാദത്ത് ചെയ്യുക? അന്ന് വല്ല ഇബാദത്ത് ഉണ്ടായിരുന്നെങ്കിൽ അള്ളാന്റെ റസൂൽ അത് പറഞ്ഞു തരണ്ടേ? ആ ദിവസം പറയണ്ടേ? ആ ദിവസം പറഞ്ഞു തരേണ്ടതില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം ഏതാണെന്ന് അറിയപ്പെടുമായിരുന്നില്ലേ? അവിടുത്തെ സ്വഹാബത്ത് ചെയ്തോ? അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മൾ റജബ് മാസത്തിലാണുള്ളത്. പല ആളുകളും ഇനി വളരെ ആവേശത്തോടുകൂടെ റജബ് 27 വരുമ്പോ അന്ന് മിഅ്റാജ് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി പലരും കാത്തിരിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് അവരോട് പറയട്ടെ, അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാമിലില്ല, അങ്ങനെ ഒരു കർമ്മം ഇസ്ലാമിലില്ല. അതല്ലെങ്കിൽ അന്ന് മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ രേഖയില്ലെന്ന് മനസ്സിലാക്കണേ. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയിലില്ലാത്ത ഒരു കർമ്മം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അത് ആദ്യം മനസ്സിലാക്കുക. എന്നാണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല. ഒരു ഹോജക്കും പറയാൻ കഴിയൂല, ഒരാൾക്കും പറയാൻ കഴിയൂല. അഭിപ്രായ ഭിന്നതകളുടെ ഘോഷയാത്രയാണ് ആ വിഷയത്തിലുള്ളത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ പറയാണ് ഇസ്റാ മിഅ്റാജ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല, അത് നബിക്കുണ്ടായ സ്വപ്നാണ്, അള്ളാന്റെ റസൂലിന് ശാരീരികമായി ഉണ്ടായ അനുഭവം അല്ല അത്. അതകത്തും പുറത്തുമൊക്കെ ഉള്ള ആളുകൾ പറയുന്നുണ്ട്. എന്ത്? അവരെ ഗവേഷണം, ഇസ്റാ മിഅ്റാജ് അത് നബിക്കുണ്ടായ സ്വപ്നം മാത്രമാണ്, ജസദ് പങ്കെടുത്തിട്ടില്ല. തിരുത്തണം. ഈ ഒരു ചിന്താഗതി അപകടകരമാണ്, പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണത്. നമ്മൾ ഉറച്ചു വിശ്വസിക്കണമെന്ത്? അന്നൽ ഇസ്റാ വൽ മിഅ്റാജ് കാന ബിജസദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറൂഹിഹി. അവിടുത്തെ ജസദും അവിടുത്തെ ശരീരവും അവിടുത്തെ ആത്മാവും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഇസ്റാഉം മിഅ്റാജും എന്നത്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലെ നസ്സുകളിൽ, ഖുർആനിന്റെയും ഹദീസുകളുടെയും ഒക്കെ പ്രത്യക്ഷമായ ആശയങ്ങൾ അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനെതിരായ തെളിവ് നമുക്ക് വേറെ കാണാൻ കഴിയൂല. പ്രത്യക്ഷമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ശരീരം പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാവും. ഇനി മാത്രല്ല, അതിന് മഹാന്മാരായ ചില പണ്ഡിതന്മാർ തെളിവും പറയുന്നുണ്ട്. എന്ത്? റസൂലുള്ളാഹ് ശാരീരികമായി അനുഭവിച്ച യാത്ര തന്നെയാണ് ഇസ്റാഉം മിഅ്റാജും എന്നതിന്റെ തെളിവുകളായി അവർ പറയുന്നത് റുകൂബുഹു ലിൽ ബുറാഖി. ബുറാഖിന്റെ വേഗത കൂടിയ ഒരു പ്രത്യേകതരം മൃഗമായ അതിനെ സംബന്ധിച്ച് പറയുന്നു, വഹിയ ദാബത്തുൻ ഫൗഖൽ ഹിമാരി വദൂനൽ ബുഗ്ൽ. കോവർ കഴുതയല്ലാത്ത പ്രത്യേകതരം വേഗതയുള്ള ഒരു വാഹനത്തിലാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സഞ്ചരിച്ചത്. വലൗ കാന ലിസ്റാഉ ബിറൂഹിഹി ലം യകുൻ മിൻ ഹാജത്തിൻ ലിർറുകൂബി. അവിടുത്തെ
ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് ആത്മീയമായിരുന്നെങ്കിൽ എന്തിനാണ് വാഹനത്തിന്റെ ആവശ്യമുള്ളത്? ഒരു വാഹനത്തിന്റെ ആവശ്യമില്ലല്ലോ. ഹദീസിലൊക്കെ കാണുക വേഗത കൂടിയ വാഹനത്തിലാണ് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് സഞ്ചരിച്ചത് എന്ന്. ആത്മീയായിരുന്നെങ്കിൽ എന്തിനാ വാഹനം, എന്തിനാ ബുറാഖ്? അതെന്നെ ശാരീരികമായിരുന്നു എന്നതിലേക്കുള്ള തെളിവാണ്. ഇനി നോക്കൂ, അവര് പറയുന്നു വഖൗലുഹു തആല അസ്റാ ബിഅബ്ദിഹി. ശരിക്ക് ശ്രദ്ധിക്കണം, സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ വചനം അല്ലാഹ് പറഞ്ഞില്ലേ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. അവിടെ അല്ലാഹ് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ. തന്റെ അടിമയെ പ്രയാണം ചെയ്യിപ്പിച്ചവൻ പരിശുദ്ധനാണ്. അവിടെ അബ്ദ് എന്നല്ലേ പറഞ്ഞത്, റൂഹ് എന്നല്ലല്ലോ പറഞ്ഞത്. അബ്ദ് എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്നതാണല്ലോ, അതിനാണല്ലോ അബ്ദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സൂചനയും നമുക്ക് നൽകുന്നത് അവിടുത്തെ ശാരീരികമായ അനുഭവം യാത്ര തന്നെയായിരുന്നു. ശാരീരികമായി തന്നെ അവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇനി ഒരു തെളിവും കൂടെ ഉണ്ട്. അതെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജൊക്കെ സംഭവിച്ച മക്കക്കാരോട് വന്ന് പറഞ്ഞു, ഇങ്ങനൊരു യാത്ര ഉണ്ടായി. മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ അങ്ങേയറ്റം എതിർത്തു. കാരണം എന്താ, ഒരു മാസം കൊണ്ട് സഞ്ചരിക്കേണ്ടത് ഒരു രാത്രി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അത് അള്ളാഹുവിന്റെ റസൂൽ കണ്ട സ്വപ്നമായിരുന്നെങ്കിൽ എന്തിന് ഖുറൈശികൾ അതിനെ നിഷേധിക്കണം? എന്തിന് ഖുറൈശികൾ അതിനെതിരെ ശബ്ദിക്കണം? എന്തിനതിനെ നിഷേധിക്കേണ്ട ആവശ്യം? കാരണം ഒരു സ്വപ്നത്തിൽ മസ്ജിദുൽ അഖ്സയിലേക്കും വാനലോകത്തേക്കും ഒക്കെ സഞ്ചരിക്കുക എന്നത് അവരുടെ ബുദ്ധിക്കും അംഗീകരിക്കൽ പ്രയാസമല്ലല്ലോ. പിന്നെ എന്തിനാണ് അവരെ എതിർത്തത്? എന്തിനാണ് ഇസ്ലാമിൽ നിന്ന് പലരും പുറത്തുപോയത്? ശാരീരികമായ അനുഭവം തന്നെയാണെന്ന് റസൂൽ അവരോട് പറഞ്ഞത് കൊണ്ടായിരുന്നില്ലേ? ഇതൊന്നും ചിന്തിക്കാതെ ചില ആളുകൾ മുഅ്ജിസാത്തുകളെ, അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ നിസാരവൽക്കരിക്കുന്ന പ്രവണത ഇന്ന് മുസ്ലിം സമുദായത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഓരോരുത്തർക്കും മതമായി തോന്നുന്നത് അവന്റെ ബുദ്ധിയിലുദിക്കുന്ന ആശയമാണ്. അതല്ല, ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് എന്താണോ അതാണ് ആദർശമായി, ആശയമായി നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് വഴിപിഴച്ചു പോകുന്ന കാലഘട്ടമാണ്. പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് വലിയ തകരാറ് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശരിയായി ദീന് പഠിക്കണേ എന്ന് എൻ്റെ സഹോദരങ്ങളോട് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഇസ്രാ മിഅ്റാജ് എന്ന വിഷയത്തിൽ, ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കണം. അതിനു മുമ്പ് ഒരു കാര്യവും കൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പാലക്കാട് ജില്ലയിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെ സന്ദർശിക്കുവാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. വളരെ മഹത്തായ ഒരു ലക്ഷ്യവുമായി അവർ നമ്മെ സമീപിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ അബ്ദുൽ കരീം സലഫി നിങ്ങളോട് ഒരു 5-10 മിനിറ്റ് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കൂടെ എൻ്റെ സഹോദരങ്ങൾ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ആവശ്യമായ തീരുമാനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമ്മിൽ നിന്ന് സ്വാലിഹായ കർമ്മമായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഴുന്ന ഭീകരമായ രംഗം കാണുകയാണ്. മാറിടങ്ങൾ മാന്തിപ്പൊളിക്കുന്ന ഭീകരമായ രംഗം കാണുകയാണ്. ഈ രംഗം കണ്ട കാരുണ്യത്തിന്റെ റസൂല് ചോദിക്കുന്നു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, ഈ മനുഷ്യരാരാണ്? ഇവരാരാണ്? ഇവരെ സംബന്ധിച്ചൊന്ന് പറയുമോ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, വഹുമുല്ലദീന, അവരാരാണെന്നോ, യഅ്കുലൂന മിൻ ലുഹൂമിൻ നാസ്, ജനങ്ങളുടെ മാംസം തിന്നുന്നവരായിരുന്നു. വയഖഊന ഫീ അറാദിഹിം, അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്നവരായിരുന്നു.
അന്യന്റെ അഭിമാനം വലുതാണ്, സഹോദരന്റെ അഭിമാനം വലുതാണ്. അവന്റെ അഭിമാനം ക്ഷതപ്പെടുത്തി അന്യന്റെ കുറ്റവും കുറവും പറഞ്ഞ് അവന്റെ പച്ചമാംസം തിന്നുന്ന ഏർപ്പാട്, അങ്ങനെയുള്ളവർക്ക് പരലോകത്ത് അനുഭവിക്കാനിരിക്കുന്ന ശിക്ഷയാണിതെന്നും പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന് കാണിക്കപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരാ, നരകത്തിൽ നിന്ന് അഭയം തേടണേ, നരക ശിക്ഷയിൽ നിന്ന് രക്ഷ തേടണേ, ഈ സമാനമായ തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണേ. ഇസ്രാ മിഅ്റാജ് നൽകുന്ന പാഠങ്ങളാണിത്. സഹോദരങ്ങളെ, ഇനി ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടെ പറയട്ടെ. എന്നാണിത് സംഭവിച്ചത്? എന്നാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത്? പല രാഷ്ട്രങ്ങളിലും മിഅ്റാജ് ഡേ എന്ന പേരിൽ മിഅ്റാജ് ദിവസം, മിഅ്റാജ് സംഭവിച്ച ദിവസമാണെന്നും പറഞ്ഞ് അന്ന് അവധി നൽകുന്ന രാഷ്ട്രങ്ങളുണ്ട്. അതല്ലെങ്കിൽ അന്ന് പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്യുന്ന മുസ്ലിമീങ്ങളുണ്ട്. നമ്മൾ അന്വേഷിക്കണ്ടേ, എന്നാണ് ഇസ്രാവും മിഅ്റാജും സംഭവിച്ചത്? അറിയാൻ സാധ്യമല്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ രേഖ കാണാൻ കഴിയില്ല. എന്നാണിത് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. കൃത്യമായി നമുക്ക് എന്നാണെന്ന് പറയാൻ പറ്റുന്ന രേഖകളില്ല നമ്മുടെ കയ്യിൽ. പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. നോക്കൂ നിങ്ങൾ, ഇഖ്തലഫൽ ഉലമാഉ ഫീ താരീഖിൽ ഇസ്റാഇ വൽ മിഅ്റാജി ഇഖ്തിലാഫൻ അളീമാ. പണ്ഡിത ലോകത്ത് നിസാരമായ അഭിപ്രായ ഭിന്നതയല്ല, വമ്പിച്ച അഭിപ്രായ ഭിന്നതയാണ് ഇസ്റാ മിഅ്റാജിന്റെ ഡേറ്റിനെ സംബന്ധിച്ച്. പണ്ഡിതന്മാര് പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഫദക്കറൽ ഇമാമുൽ ഖുർത്തുബി, മഹാനായ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ 5 അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇസ്രാ മിഅ്റാജ് എന്ന വിഷയത്തിൽ. വദക്കറ സുയൂത്തി, ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ വിഷയത്തിൽ 15 അഖ്വാല, 15 ഖൗലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാണ് ഇത് സംഭവിച്ചത് എന്ന വിഷയത്തിൽ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമില്ല. മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇമാം ഖുർത്തുബി 5 അഭിപ്രായ പറഞ്ഞത്, ഇമാം സുയൂത്തി 15 അഭിപ്രായ പറഞ്ഞത്. എന്നാ ഇസ്രാ മിഅ്റാജ് എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയാണ്. എന്നാന്നറിയില്ല, പല അഭിപ്രായങ്ങൾ. ആ അഭിപ്രായങ്ങളിൽ കാണാം റജബ് 27-നാണ് എന്ന്, റബീഉൽ അവ്വലിലാണ് എന്ന്, റമദാനിലാണ് എന്ന്. അങ്ങനെ ഈ അഭിപ്രായങ്ങളിൽ പല അഭിപ്രായങ്ങളും കാണാം. ചില ആളുകൾ പറയുന്നു റജബ് 27-നാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന കലണ്ടറിൽ കാണാം മിഅ്റാജ് ഡേ റജബ് 27. എവിടുന്നാ കിട്ടിയത് പ്രമാണം? എവിടെയാ തെളിവുള്ളത്? ഹദീസിലുണ്ടോ? ഖുർആനിലുണ്ടോ? ഇല്ല. ആ വിഷയത്തിൽ ഒരു പ്രമാണബദ്ധമായ തെളിവും നമുക്ക് കാണുക സാധ്യമല്ല. അപ്പൊ സഹോദരങ്ങളെ, എന്നാണിത് സംഭവിച്ചത് എന്നറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അന്ന് ഇബാദത്ത് ചെയ്യാം? അന്ന് വല്ല ഇബാദത്തുണ്ടായിരുന്നെങ്കിൽ അള്ളാന്റെ റസൂൽ അത് പറഞ്ഞു തരണ്ടേ? ആ ദിവസം പറയണ്ടേ? ആ ദിവസം പറഞ്ഞു തരേണ്ടതില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം ഏതാണെന്ന് അറിയപ്പെടുമായിരുന്നില്ലേ? അവിടുത്തെ സ്വഹാബത്ത് ചെയ്തോ? അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മൾ റജബ് മാസത്തിലാണുള്ളത്. പല ആളുകളും ഇനി വളരെ ആവേശത്തോടുകൂടെ റജബ് 27 വരുമ്പോ അന്ന് മിഅ്റാജ് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി പലരും കാത്തിരിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് അവരോട് പറയട്ടെ, അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാമിലില്ല, അങ്ങനെ ഒരു കർമ്മം ഇസ്ലാമിലില്ല. അതല്ലെങ്കിൽ അന്ന് മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ രേഖയില്ലെന്ന് മനസ്സിലാക്കണേ. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയിലില്ലാത്ത ഒരു കർമ്മം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അത് ആദ്യം മനസ്സിലാക്കുക. എന്നാണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല. ഒരു ഹോജക്കും പറയാൻ കഴിയൂല, ഒരാൾക്കും പറയാൻ കഴിയൂല. അഭിപ്രായ ഭിന്നതകളുടെ ഘോഷയാത്രയാണ് ആ വിഷയത്തിലുള്ളത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ പറയാണ് ഇസ്രാ മിഅ്റാജ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല, അത് നബിക്കുണ്ടായ സ്വപ്നാണ്, അള്ളാന്റെ റസൂലിന് ശാരീരികമായി ഉണ്ടായ അനുഭവം അല്ല അത്. അതകത്തും പുറത്തുമൊക്കെ ഉള്ള ആളുകൾ പറയുന്നുണ്ട്. എന്ത്? അവരെ ഗവേഷണം, ഇസ്രാ മിഅ്റാജ് അത് നബിക്കുണ്ടായ സ്വപ്നം മാത്രമാണ്, ജസദ് പങ്കെടുത്തിട്ടില്ല. തിരുത്തണം. ഈ ഒരു ചിന്താഗതി അപകടകരമാണ്, പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണത്.
നമ്മൾ ഉറച്ചു വിശ്വസിക്കണമെന്ത്? അന്നൽ ഇസ്റാ വൽ മിഅ്റാജ കാന ബിജസദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറൂഹിഹി. അവിടുത്തെ ജസദും അവിടുത്തെ ശരീരവും അവിടുത്തെ ആത്മാവും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഇസ്റാഉം മിഅ്റാജും എന്നത്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലെ നസ്സുകളിൽ, ഖുർആനിന്റെയും ഹദീസുകളുടെയും ഒക്കെ പ്രത്യക്ഷമായ ആശയങ്ങൾ അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനെതിരായ തെളിവ് നമുക്ക് വേറെ കാണാൻ കഴിയൂല. പ്രത്യക്ഷമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ശരീരം പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാവും. ഇനി മാത്രല്ല, അതിന് മഹാന്മാരായ ചില പണ്ഡിതന്മാർ തെളിവും പറയുന്നുണ്ട്. എന്ത്? റസൂലുള്ള ശാരീരികമായി അനുഭവിച്ച യാത്ര തന്നെയാണ് ഇസ്റാഉം മിഅ്റാജും എന്നതിന്റെ തെളിവുകളായി അവർ പറയുന്നത് റുകൂബുഹുലിൽ ബുറാഖി, ബുറാഖിന്റെ വേഗത കൂടിയ ഒരു പ്രത്യേകതരം മൃഗമായ അതിനെ സംബന്ധിച്ച് പറയുന്നു വഹിയ ദാബത്തുൻ ഫൗഖൽ ഹിമാരി വദൂനൽ ബുഗ്ൽ. കോവർ കഴുതയല്ലാത്ത പ്രത്യേകതരം വേഗതയുള്ള ഒരു വാഹനത്തിലാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സഞ്ചരിച്ചത്. വലൗ കാനൽ ഇസ്റാഉ ബിറൂഹിഹി ലം യകുൻ മിൻ ഹാജത്തിൻ ലിർറുകൂബി. അവിടുത്തെ ഇസ്റാഉ മിഅ്റാജ് ഉണ്ടായത് ആത്മീയമായിരുന്നെങ്കിൽ എന്തിനാണ് വാഹനത്തിന്റെ ആവശ്യമുള്ളത്? ഒരു വാഹനത്തിന്റെ ആവശ്യമില്ലല്ലോ. ഹദീസിലൊക്കെ കാണുക വേഗത കൂടിയ വാഹനത്തിലാണ് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് സഞ്ചരിച്ചത് എന്ന്. ആത്മീയായിരുന്നെങ്കിൽ എന്തിനാ വാഹനം, എന്തിനാ ബുറാഖ്? അതെന്നെ ശാരീരികമായിരുന്നു എന്നതിലേക്കുള്ള തെളിവാണ്. ഇനി നോക്കൂ, അവർ പറയുന്നു വഖൗലുഹു തആല അസ്റാ ബിഅബ്ദിഹി. ശരിക്ക് ശ്രദ്ധിക്കണം, സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ വചനം അല്ലാഹ് പറഞ്ഞില്ലേ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. അവിടെ അല്ലാഹ് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ. തന്റെ അടിമയെ പ്രയാണം ചെയ്യിപ്പിച്ചവൻ പരിശുദ്ധനാണ്. അവിടെ അബ്ദ് എന്നല്ലേ പറഞ്ഞത്, റൂഹ് എന്നല്ലല്ലോ പറഞ്ഞത്. അബ്ദ് എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്നതാണല്ലോ, അതിനാണല്ലോ അബ്ദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സൂചനയും നമുക്ക് നൽകുന്നത് അവിടുത്തെ ശാരീരികമായ അനുഭവം യാത്ര തന്നെയായിരുന്നു. ശാരീരികമായി തന്നെ അവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇനി ഒരു തെളിവും കൂടെ ഉണ്ട്. അതെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഉ മിഅ്റാജൊക്കെ സംഭവിച്ച് മക്കക്കാരോട് വന്ന് പറഞ്ഞു, ഇങ്ങനൊരു യാത്ര ഉണ്ടായിരുന്നു. മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ അങ്ങേയറ്റം എതിർത്തു. കാരണം എന്താ? ഒരു മാസം കൊണ്ട് സഞ്ചരിക്കേണ്ടത് ഒരു രാത്രി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അത് അള്ളാഹുവിന്റെ റസൂൽ കണ്ട സ്വപ്നമായിരുന്നെങ്കിൽ എന്തിന് ഖുറൈശികൾ അതിനെ നിഷേധിക്കണം? എന്തിന് ഖുറൈശികൾ അതിനെതിരെ ശബ്ദിക്കണം? എന്തിനതിനെ നിഷേധിക്കേണ്ട ആവശ്യം? കാരണം ഒരു സ്വപ്നത്തിൽ മസ്ജിദുൽ അഖ്സയിലേക്കും വാനലോകത്തേക്കും ഒക്കെ സഞ്ചരിക്കുക എന്നത് അവരുടെ ബുദ്ധിക്കും അംഗീകരിക്കൽ പ്രയാസമല്ലല്ലോ. പിന്നെ എന്തിനാണ് അവരെ എതിർത്തത്? എന്തിനാണ് ഇസ്ലാമിൽ നിന്ന് പലരും പുറത്തുപോയത്? ശാരീരികമായ അനുഭവം തന്നെയാണെന്ന് റസൂൽ അവരോട് പറഞ്ഞത് കൊണ്ടായിരുന്നില്ലേ? ഇതൊന്നും ചിന്തിക്കാതെ ചില ആളുകൾ മുഅ്ജിസാത്തുകളെ, അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ നിസാരവൽക്കരിക്കുന്ന പ്രവണത ഇന്ന് മുസ്ലിം സമുദായത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഓരോരുത്തർക്കും മതമായി തോന്നുന്നത് അവന്റെ ബുദ്ധിയിലുദിക്കുന്ന ആശയമാണ്. അതല്ല, ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് എന്താണോ അതാണ് ആദർശമായി, ആശയമായി നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് വഴിപിഴച്ചു പോകുന്ന കാലഘട്ടമാണ്. പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് വലിയ തകരാറ് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശരിയായി ദീന് പഠിക്കണേ എന്ന് എൻ്റെ സഹോദരങ്ങളോട് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഇസ്റാ മിഅ്റാജ് എന്ന വിഷയത്തിൽ, ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമ്മിൽ നിന്ന് സ്വാലിഹായ കർമ്മമായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.